അതിനകത്ത് കുറച്ചുകൂടി സമയമെടുക്കും കാര്യങ്ങൾ ഒന്ന് വ്യക്തമായി വരാൻ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ട്. കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ട്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നായാലും ഇന്ത്യയിൽ നിന്നുടനീളം ഒരുപാട് സാധനങ്ങൾ, പഴം, പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഇതിനിടയിലാണ് വീണ്ടും സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക മുക്കുന്നത് എന്നുള്ളത് നിർണായകമായ ഒന്നായി മാറുന്നുണ്ട്. അത് സംഘർഷം മൂർച്ഛിക്കാൻ ഇടവരുത്തും. ഇറാന്റെ ആക്രമണത്തിന്റെ വീര്യം കൂടും. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ലക്ഷണങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും കാര്യങ്ങൾ ഒട്ടും ആശ്വാസകരമല്ല. സമാധാനത്തിനുള്ള ഒരു ശ്രമങ്ങളുമില്ല. സ്പെയിൻ അടക്കമുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് സമാധാനം വേണമെന്നും യുദ്ധത്തിൽ തങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകില്ല എന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊന്നും വഴങ്ങുന്ന മട്ടില്ല. ഇതിൻ്റെ അന്ത്യം കാണുന്നതുവരെ യുദ്ധം തുടരും, ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി പറയുന്നത്. നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ മിനിമം കുറഞ്ഞത് 2 ആഴ്ച എങ്കിലും വേണ്ടിവരും ഈ ആക്രമണത്തിൽ ഇറാനെ തറപറ്റിക്കാൻ എന്നുള്ളതാണ്. നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ഞങ്ങൾ ശരിക്കുള്ള ആക്രമണം ആരംഭിച്ചിട്ടില്ല എന്നും പറഞ്ഞു വെച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ അത് എങ്ങനെ, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട വാർത്തകളായി തന്നെ ഇത് പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം എന്താകും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി പല മേഖലകളിലുണ്ട്. ഓയിലുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുണ്ട്. അതിനിടയിലാണ് റഷ്യയോട് ഇന്ത്യ കൂടുതൽ ഓയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കൂടുതൽ ഓയിൽ നൽകാം എന്ന് റഷ്യ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നമുക്ക് ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ ഇന്ത്യയെ കാര്യമായി ബാധിച്ച പശ്ചാത്തലത്തിൽ കൂടി ചേർത്ത് വേണം ഇത് പറയാൻ. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് പുതുതായി റഷ്യ നൽകും എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിട്ടും നമ്മുടെ സ്വന്തം ഊർജ്ജ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനമെന്നാണ് മനസ്സിലാകുന്നത്. ഇത് ആഭ്യന്തര വിപണിയിലെ ഇന്ധനത്തിന് ലഭ്യത കുറയ്ക്കാൻ സഹായകരമാകുമെന്നാണ് റിപ്പോർട്ട്. ഖത്തറിൽ നിന്നുള്ള ദ്രാവക പ്രകൃതിവാതകത്തിൻ്റെ വിതരണം ഏതാണ്ട് നിലച്ച മട്ടാണ്. നമുക്കറിയാം അത് നിർത്തിവെച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. അത് വരാനിരിക്കുന്ന ആഴ്ചകളിൽ ഇത് വലിയ പ്രതിസന്ധി ഇന്ത്യക്ക് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. നമ്മുടെ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ചേർത്ത് വെക്കണം. അതിന് ഇപ്പോൾ റഷ്യയുടെ സഹായം ഇന്ത്യക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഗ്യാസ് വിതരണത്തിലും സഹകരിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വരുന്ന ആഴ്ചകളിൽ റഷ്യൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കപ്പലുകളിൽ നിന്നുള്ള എണ്ണ നമ്മുടെ രാജ്യാന്തര പ്രശ്നങ്ങൾ, നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ഇന്ധന വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം 40% എണ്ണ ഇറക്കുമതിയും അല്ലെങ്കിൽ എണ്ണയുടെ വ്യാപാരവും നടക്കുന്ന ഈ മേഖലയിലാണ് എന്നുള്ളതാണ്. രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾ 56 ലക്ഷത്തോളം ബാരൽ ക്രൂഡ് ഓയിൽ പ്രതിദിനം സംസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഓയിൽ വേണം. ഏതാണ്ട് 3 ആഴ്ചത്തേക്കുള്ള ഓയിൽ മാത്രമാണ് നമ്മുടെ പക്കൽ സ്റ്റോക്ക് ഉള്ളത് എന്നത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ. യുദ്ധത്തിൻ്റെ രീതിയും മട്ടും ഭാവമൊക്കെ മാറുമോ എന്നതും പ്രധാനമാണ്. ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നാൽ ഇതിപ്പോൾ ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ച് കാണും പാർവതി, സംശയമില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിൽ അവരുടെ ഒരു നാവിക കപ്പൽ തകർക്കുക, അവരുടെ നാവിക സേനാംഗങ്ങളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ നിർണായകമായ ഒന്നാണ്. അവരുടെ പരമോന്നത നേതാക്കളെ അടക്കം കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു ചെയ്തിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുന്നത്. അതിൻ്റെ അർത്ഥം അമേരിക്ക ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണോ? അത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. രഞ്ജിത്തെ, ഏറ്റവും പുതിയ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ആൾനാശം സംബന്ധിച്ച കണക്കുകളാണത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം, അമേരിക്കയും ഇസ്രായേലും ഇറാനുമായുള്ള ആക്രമണം തുടങ്ങിയ ശേഷം ഇതുവരെ മരിച്ച ഓരോ രാജ്യത്തിലും മരിച്ച ആൾക്കാരുടെ കണക്കുകളാണ്, കൊല്ലപ്പെട്ട ആൾക്കാരുടെ കണക്കാണ് പുറത്തു വരുന്നത്. മാർച്ച് 3 വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലെബനനിൽ 40 പേർ കൊല്ലപ്പെട്ടുവെന്നും 246 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇറാനിൽ 1000-ലേറെ പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾനാശം സംഭവിച്ചിട്ടുള്ളത് ഇറാനിലാണ്. 1000-ലേറെ പേർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 100 കണക്കിന് ആളുകൾ പരിക്കേറ്റു. ഇതിന്റെ കണക്ക് ഇനിയും ഉയർന്നേക്കും. കാരണം 2 ദിവസം മുൻപ് മാർച്ച് 3 വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാഖിൽ 2 പേർ കൊല്ലപ്പെട്ടതായും 5 പേർക്ക് പരിക്കേറ്റതായുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇസ്രായേലിൽ 11 പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി ചികിത്സയിലാണ്.
ജോർദാനിൽ 5 പേർക്ക് പരിക്കുപറ്റി. കുവൈറ്റിന്റെ കാര്യമെടുത്താൽ 3 പേർ കൊല്ലപ്പെടുകയും 35-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റൈനിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 4 പേർക്ക് പരിക്കേറ്റുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഖത്തറിൽ ഈ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. UAE കാര്യമെടുത്താൽ 3 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കണക്ക്. ഇതുവരെ പുറത്തു വന്ന കണക്ക്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ഇത് ഒരുപക്ഷെ 2 ദിവസത്തിന് മുൻപുള്ള കണക്കാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. 68 പേർക്കാണ് UAE-യിൽ പരിക്കേറ്റിട്ടുള്ളത്. സൗദി അറേബ്യയുടെയും സൈപ്രസിന്റെയും കാര്യങ്ങൾ ഇതിൽ വ്യക്തമാക്കുന്നില്ല. ഈ മേഖലയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കണക്കുകളും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. US മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള 6 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 18 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അല്പസമയത്തിന് മുൻപ് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. 12 രാജ്യങ്ങളിലാണ് ഇതുവരെ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ തുടരുന്ന സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ പേർക്ക് പരിക്കേൽക്കാനും മരണസംഖ്യ ഉയരാനുമാണ് സാഹചര്യം. ഒപ്പം കുവൈറ്റിൽ നിന്ന് ആശങ്കയുണ്ടാക്കുന്ന പുതിയ വിവരങ്ങൾ വരുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈറ്റ് തീരത്ത് നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ ഉണ്ടായ സ്ഫോടനമാണ്. അത് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഈ സ്ഫോടനം സ്ഥിരീകരിച്ചത്. എണ്ണ ടാങ്കറിൽ ചോർച്ചയുണ്ടായെന്നും ഇതിൽ നിന്ന് ഈ ടാങ്കറിൽ നിന്നുള്ള എണ്ണ കടലിലേക്ക് പടരുന്നതായും വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, കൊച്ചിയിൽ ചരക്ക് കപ്പൽ ഇന്ധനവുമായി എത്തിയ കപ്പൽ മുങ്ങിയപ്പോൾ ഉണ്ടായ പരിസ്ഥിതി പ്രശ്നം അറിയാം. ഇതുപോലെയുള്ള പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം ബാധിക്കും. അതും വലിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും എല്ലാ 12ഓളം രാജ്യങ്ങളെ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ മരണങ്ങൾ സംഭവിക്കുന്നു, മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും യുദ്ധം അവസാനിക്കുന്ന മട്ടില്ല. പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. പാർവതിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വരും മണിക്കൂറുകളിലും ന്യൂസ് 8-ലൂടെ പ്രേക്ഷകർക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.